ഹലോ ഡിയേഴ്സ്, എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങൾ? സുഖമല്ല എല്ലാവർക്കും? അപ്പോൾ ബാങ്ക് കൊടുക്കാനായിട്ട് അത്താഴത്തിന് എണീറ്റതാണ്. 5:19 ബാങ്ക്. മോനും എണീറ്റിട്ടുണ്ട് കേട്ടോ അത്താഴത്തിന്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇവിടെ ചെറുതായിട്ട് മഴയൊക്കെ പെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതുവരെ ഞാൻ എൻ്റെ സൗണ്ടല്ല ഇട്ടിരുന്നത്, എഫക്റ്റ് ഇടുക ചെയ്തിരുന്ന കുട്ടികളെ സൗണ്ട്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സുകളൊക്കെ പറഞ്ഞു, എന്തിനാണ് എൻ്റെ സൗണ്ട് മാറ്റണ, എൻ്റെ സൗണ്ട് തന്നെ ഇട്ടൂടെ, കുട്ടികളെ സൗണ്ട് വേണ്ട, എൻ്റെ സൗണ്ട് തന്നെയാണ് കേൾക്കാൻ രസമെന്ന്. അപ്പം ഞാൻ എൻ്റെ സൗണ്ട് തന്നെ ഇട്ടിട്ടാണ്. പിന്നെ എനിക്ക് മടിയായതുകൊണ്ടാട്ടോ ഞാൻ എൻ്റെ സൗണ്ട് മാറ്റിയത്. അപ്പോൾ പിന്നെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഞാൻ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഡ്രസ്സൊക്കെ മടക്കി വയ്ക്കുകയാണ്. പിന്നെ മോൻ്റെ ബാഗിൽ തന്നെ ഓൻ്റെ മരുന്നൊക്കെ ആക്കുകയാണ് കേട്ടോ. അപ്പം മോൻ്റെ മരുന്നൊക്കെ ഓൻ്റെ ബാഗിൽ തന്നെ ആക്കി. പിന്നെ ഇനിയിപ്പോൾ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയതുകൊണ്ട് പുറത്തിറങ്ങുമ്പോൾ ഒരുപാട് കളിയാക്കലൊക്കെ ഉണ്ടാവും. അതൊന്നും ഞാൻ പിന്നെ മെയിൻറ്റ് ചെയ്യണില്ല. അങ്ങനെ ബാഗൊക്കെ പാക്ക് ചെയ്ത് പിന്നെ ഇന്ന് നമുക്ക് പൊറോട്ടയാണ്. പൊറോട്ടയും ബട്ടർ ചിക്കനുമാണ് നോമ്പ് പറക്കാൻ. അപ്പോൾ ഇത് ഇളനീർ പുഡിങ് നാത്തൂന് സെറ്റാക്കിയതാട്ടോ. പുഡിങ് അല്ല, പുഡിങ് ഇളനീരിൻ്റെ വെള്ളം കൊണ്ട് പുഡിങ് ഉണ്ടാക്കിയിട്ട് പിന്നെ ഇളനീരിൻ്റെ കാമ്പൗണ്ട് ജ്യൂസ് അടിച്ചിട്ട് അതിലേക്ക് ഈ പുഡിങ്ങിൻ്റെ കഷ്ണങ്ങൾ ഇടുകയാണ്. ഒരാൾ കണ്ടോ, TV കാണാൻ കേട്ടോ. പിന്നെ ചക്ക ഉണ്ടായിട്ടുണ്ട് ഇവിടെ, പഴുത്ത ചക്ക. ഇത് പിന്നെ സമൂസക്കുള്ള ഫില്ലിംഗ് ആണ് കേട്ടോ. ഇതൊക്കെ നാത്തൂന് സെറ്റാക്കിയതാണ് കേട്ടോ, ഈ ബട്ടർ ചിക്കനും ഇതുപോലെ സമൂസൻ്റെ ഇതൊക്കെ. അപ്പോൾ ഇതിൽ ഞാൻ റെസിപ്പി കാണിക്കുന്നുണ്ട്. ചിക്കൻ പൊരിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ സമൂസ ഫില്ല് ചെയ്ത് ഇനി അത് പൊരിക്കണം. പിന്നെ ഫ്രൂട്ട്സ് ഉണ്ട്. ഇത് ബട്ടർ ചിക്കന് വേണ്ടിയിട്ടുള്ളതാണ്. ഉള്ളി, തക്കാളി, അത് കാഷ്നട്ടും ഇട്ടിട്ടുണ്ട്. പിന്നെ മസാല ഒക്കെ ഇട്ടിട്ട് മിക്സിയിലിട്ട് അടിച്ചിട്ട് ബട്ടർ ചേർക്കൂട്ടോ. വീണ്ടും ഫ്രൂട്ട്സായിട്ട് നമുക്ക് മുസമ്പി ഉണ്ട്, മുന്തിരി ഉണ്ട്, വത്തക്ക ഉണ്ട്, പിന്നെ പൊരിക്കടി, സമൂസ, ഉള്ളിവട, പിന്നെ നാരങ്ങ വെള്ളം ഉണ്ട്. പിന്നെ ഇളനീരിൻ്റെ, ഞാൻ പറഞ്ഞില്ലേ, ഇളനീരിൻ്റെ ജ്യൂസ് ഉണ്ട് കേട്ടോ. ഫുഡ് കഴിക്കണമെന്ന് ഞാൻ അതിൽ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ പിന്നെ ഹസ്ബൻഡ് വന്ന് ഞങ്ങൾ എന്നിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ മാറ്റി ഒരുങ്ങിയിട്ടുണ്ട്. പിന്നെ അവന് ബാഗിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ പിന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ ഞങ്ങൾ പോകണത് കോട്ടകക്കാണ് കേട്ടോ. കോട്ടകക്കല്ല കേട്ടോ, ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് പോവുക. ഹസ്ബൻഡിൻ്റെ വീട് പുത്തനത്താണി തുവക്കാടാണ്. അപ്പോൾ ഞങ്ങൾ ചുമ്മാ കോട്ടകക്കൊന്ന് ജസ്റ്റ് ഇറങ്ങിയതാണ്. വല്ല ഷവർമ എന്തെങ്കിലും കഴിക്കാൻ എത്തി ഇറങ്ങിയതാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ആയുർവേദ കോട്ടക്കൽ ആര്യവൈദ്യശാല. പിന്നെ ഇവിടെ എന്താ NH റോഡോ അങ്ങനെ എന്തോ ആണ് പറയുക, നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ പിന്നെ ഞങ്ങൾ ഈ നോമ്പായാലും റോഡ് സൈഡിൽ ഉണ്ടാവുമല്ലോ മാങ്ങ, അതേപോലെ സർബത്ത് അങ്ങനത്തെ ഒക്കെ വെക്കണം. അപ്പോൾ അവിടെ ഇറങ്ങിയിട്ട് ഹസ്ബൻഡ് ഒരു കൈതച്ചക്ക കഴിച്ച്. ഞാനൊന്നും കഴിച്ചില്ല, ഞാൻ സോഡ സർബത്ത് മാത്രമായിട്ടാണ് കഴിച്ചത്. അങ്ങനെ പിന്നെ ഞങ്ങൾക്ക് ഷവർമൊന്നും കിട്ടിയില്ല. ഞങ്ങൾ പിന്നെ നേരെ വീട്ടിലേക്ക് പോവുകയാണ്. ഇനിയിപ്പോൾ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പോയാൽ ചിലപ്പം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.